ഇന്നലെ തങ്ങൾക്കെതിരെ മോശം പരാമർശം നടത്തുന്ന ചില മാധ്യമങ്ങൾക്കെതിരെ പ്രതികരിച്ച് നടൻ ക്രിസ് വേണുഗോപാൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിതാ ഇവർ ഡിവോഴ്സായി എന്ന വാർത്തയെക്കുറിച്ച് പ്രതികരിച്ച് ക്രിസിന്റെ ഭാര്യയും നടിയുമായ ദിവ്യ ശ്രീധർ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. ദിവ്യ പറയുന്ന വാക്കുകളാണിത്. വിവാഹം കഴിഞ്ഞ ആകെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കുകയാണ്. ഒരിക്കലും അത് പുറക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല. ഞങ്ങൾക്കത് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ പലപ്പോഴും സങ്കടപ്പെടുത്തുന്നുണ്ട്. വേണ്ട വേണ്ട എന്ന് കരുതും തോറും ഞങ്ങളെക്കുറിച്ച് പറയുന്ന വാക്കുകളെല്ലാം അങ്ങനെയാണ്. ചില ചാനലുകളെല്ലാം മോശം പരാമർശം തന്നെയാണ് നടത്തുന്നത്. ചിലരൊക്കെ ഞങ്ങളെ വിറ്റ് കാശാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നു. എന്നാൽ ഞങ്ങളെക്കുറിച്ച് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്നവർക്കെതിരെയാണ് ഞങ്ങളിപ്പോൾ തിരിയുന്നത്. ഞങ്ങൾ ആരുടെയും ജീവിതത്തിൽ എത്തി നോക്കാൻ വരുന്നില്ലല്ലോ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ. ചാനലുകാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിന് ഞങ്ങൾ എന്ത് പിടിച്ചു? ദയവ് ചെയ്ത് ആരും ബാഡ് കമന്റ് ഇടരുത്. ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അത്രയുള്ളൂ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം. ഇങ്ങനെയാണ് ദിവ്യ കുറിച്ചത്. എനിക്ക് ഏട്ടൻ ഒരുപാട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കിടാമെന്ന് കരുതി വന്നതാണ്. ഞങ്ങൾ ഡിവോഴ്സായി എന്നൊക്കെ ന്യൂസിലൊക്കെ വരാൻ തുടങ്ങി. ഇനി അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എനിക്ക് ലിപ്സ്റ്റിക് ഒരുപാട് ഇഷ്ടമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പല ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കും ചോക്ലേറ്റുകളും ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ബോക്സും ഒക്കെ ആയിട്ടായിരുന്നു ക്രിസ് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് നൽകിയത്. ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുമ്പോൾ സന്തോഷമല്ലേ? ഒരു ജന്മമല്ലേ ഉള്ളൂ. ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത സന്തോഷങ്ങൾ കിട്ടുമ്പോൾ മനസ്സ് നിറയുമല്ലോ. എല്ലാ ഗിഫ്റ്റും ഇഷ്ടമായി. താങ്ക് യു ഏട്ടാ എന്നും ദിവ്യ പറഞ്ഞിരുന്നു. നിങ്ങൾക്കിത് ചെറുതാണെന്ന് തോന്നുമെങ്കിലും എനിക്കിത് വലിയ കാര്യമാണെന്നും അവർ പറഞ്ഞിരുന്നു. സത്യമാണ് ദിവ്യ പറഞ്ഞത്. ഭർത്താവിൻ്റെ സ്നേഹം ഒരു ഭാര്യയ്ക്ക് സർപ്രൈസായി കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ്. എന്നും ഈ സന്തോഷം നിലനിൽക്കട്ടെ. വൈകി വന്ന വസന്തമാണ് ഏട്ടൻ. ആ സാന്നിധ്യം എന്നും കൂടി ഉണ്ടാകട്ടെ എന്നാണ് ആ കമന്റിന് ശ്രദ്ധേയമായ പോസ്റ്റും മാറിയത്. അടുത്തിടെയായിരുന്നു ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരും വിവാഹിതരായത്. പത്തരമാറ്റുന്ന സീരിയലിലൂടെയാണ് ഇവർ പ്രേക്ഷകർക്ക് പ്രിയങ്കരായി മാറിയത്. അതിനുശേഷമാണ് ഇവർ ജീവിതത്തിലും ഒന്നിച്ചത്. അതിനുശേഷം ഇവരുടെ വാർത്തകളൊക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തുടങ്ങി. പത്തരമാറ്റ് ഷൂട്ടിങ്ങിനിടയിൽ കണ്ടിരുന്നുവെങ്കിലും സംസാരിച്ചിരുന്നില്ല. അന്ന് തുടങ്ങിയ പ്രണയമാണെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല, അതിനുശേഷം സംസാരിക്കാറുണ്ടായിരുന്നു. ആ സൗഹൃദമാണ് പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയത്. കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായതേയുള്ളൂ. അതിനിടയിലാണ് വിവാഹമോചന വാർത്ത പ്രചരിക്കുന്നത്. പുതിയ വീഡിയോയിൽ അതേക്കുറിച്ചും ദിവ്യ സംസാരിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ പ്രണയദിനമാണ് വരാനിരിക്കുന്നത്. കൂടെയില്ലെങ്കിലും ഒത്തിരി സമ്മാനങ്ങളുമായി ഏട്ടൻ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതേക്കുറിച്ചായിരുന്നു ദിവ്യയുടെ പുതിയ പോസ്റ്റ്. എന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുക കേട്ടോ. നിങ്ങൾ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമന്റ് ഇടരുത്. പ്ലീസ് വീഡിയോ കാണണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദിവ്യ എത്തുന്നത്. ഞങ്ങളെ ഇഷ്ടമല്ലാത്തവരൊക്കെ തന്നെ മാധ്യമങ്ങളിൽ എത്തി പലതും പറയുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെയും നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട്. പലരും മോശമായ രീതിയിൽ യൂട്യൂബ് ചാനലിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ തന്നെയും ഞങ്ങൾ അറിയുന്ന കാര്യങ്ങളല്ല. ഞങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ ദയവ് ചെയ്ത് മോശം കമന്റുകൾ ഇടരുത്. അതല്ലാതെ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്ന് ദിവ്യ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.